ഡൽഹിയിൽ അന്തരീക്ഷ മലിനീകരണം അതിരൂക്ഷമായി തുടരുന്നുവെന്ന് ഞങ്ങളുടെ ബ്യൂറോ പറയുന്നു. ഡീസൽ ജനറേറ്ററുകൾക്ക് വിലക്കേർപ്പെടുത്തി കഴിഞ്ഞു. തടി, കൽക്കരി എന്നിവ കത്തിക്കുന്നതും ഡൽഹിയിൽ നിരോധിച്ചു. ബൽറാം നെടുങ്ങാടി ചേരുകയാണ്. ബൽറാം, വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഡൽഹിയിൽ ദീപാവലിക്ക് ശേഷം അതിരൂക്ഷമായ അന്തരീക്ഷ മലിനീകരണമാണ് അനുഭവപ്പെടുന്നത്. ഇന്നലെ രാത്രിയാണ് സമീപകാലത്ത് ഏറ്റവും മോശമായ തരത്തിലുള്ള അന്തരീക്ഷ മലിനീകരണം ഉണ്ടായത്. ചില ഇടങ്ങളിൽ 899 വരെ വായു ഗുണനിലവാര നിരക്ക് രേഖപ്പെടുത്തിയിരുന്നു. അതിൽ നിന്നും സാഹചര്യം അല്പം മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും വളരെ മോശം എന്ന വിഭാഗത്തിലാണ് ഇപ്പോൾ ഡൽഹിയിലെ അന്തരീക്ഷ മലിനീകരണ നിരക്ക് എന്നുള്ളത്. വായു ഗുണനിലവാര സൂചിക ഇന്ന് ശരാശരി 345 രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് 400-ന് മുകളിലെത്തിയാൽ ഗുരുതര വിഭാഗത്തിൽ, അപകടകരമായ സാഹചര്യം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടും. നിലവിൽ ഇപ്പോൾ അല്പം മെച്ചപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തേക്കാൾ എങ്കിലും വലിയ തോതിലുള്ള പൊടിപടലങ്ങൾ ഡൽഹിയുടെ അന്തരീക്ഷത്തിലുണ്ട്. അത് ദീപാവലി പടക്കങ്ങൾക്ക് ഒപ്പം തന്നെ അയൽ സംസ്ഥാനങ്ങളിലെ കർഷകർ കാർഷിക അവശിഷ്ടങ്ങൾ കത്തിക്കുന്നതിൻ്റെ പൊടിപടലങ്ങൾ ഡൽഹിയിൽ എത്തിയതുമാണ് ഈ മലിനീകരണം കുതിച്ചുയരാൻ കാരണമായത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം ഡൽഹി അന്തരീക്ഷത്തിൽ ഈ ചെറു കണികകളുടെ അളവ് അതീവ മാരകമായ തോതിൽ ഉയർന്നിട്ടുണ്ട് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. നിലവിൽ ഈ കണക്കനുസരിച്ച് GRAP 2 മാനദണ്ഡങ്ങൾ ഡൽഹിയിൽ നിലവിൽ വന്നു കഴിഞ്ഞു ഇന്നലെ മുതൽ. ഇതനുസരിച്ച് ഡീസൽ ജനറേറ്ററുകൾ ഉപയോഗിക്കാനാകില്ല. വിറക്, ഒപ്പം തന്നെ കൽക്കരി എന്നിവ ഉപയോഗിക്കുന്ന അടുപ്പുകൾ, ചൂളകൾ ഉൾപ്പെടെയുള്ളവയുടെ പ്രവർത്തനം നിർത്തിവെക്കണം. സമാനമായ മറ്റ് നിയന്ത്രണങ്ങളാണ് ഈ GRAP 2-ന്റെ ഭാഗമായുള്ളത്. മലിനീകരണം രൂക്ഷമായി തുടർന്നാൽ കൃത്രിമ മഴ പെയ്യ്ക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് എന്നാണ് ഡൽഹി സർക്കാർ അറിയിക്കുന്നത്. നിലവിൽ തന്നെ പൊതു ഇടങ്ങളിൽ വെള്ളം തളിക്കുന്നതിനായി സ്പ്രിംഗ്ലറുകൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.